കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ നിളാനദിയുടെ പുണ്യതീരങ്ങളിൽ ഒരു ഐതിഹ്യമുണ്ട്. അത് കേവലമൊരു കഥയല്ല, ആ നാടിന്റെ ആത്മാവാണ്. ഒരമ്മ പെറ്റ 12 മക്കളുടെ കഥ. ഇതാണ് പറയിപ്പെട്ട പന്തിരുകുലത്തിന്റെ ഐതിഹ്യം. ജ്യോതിഷ പണ്ഡിതനായ വരരുചി വിധിവശാൽ അന്യജാതിയിൽ ജനിച്ച പഞ്ചമിയെ ആ സത്യമറിയാതെ വിവാഹം കഴിച്ചു. സത്യം മനസ്സിലാക്കിയപ്പോൾ അപമാനഭാരത്താൽ അദ്ദേഹം ഒരു തീർത്ഥയാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ ജനിച്ച ഓരോ കുഞ്ഞിനെയും വഴിയിലുപേക്ഷിക്കാൻ ഭാര്യയെ നിർബന്ധിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ അമ്മ തൻ്റെ ഓരോ പിഞ്ചുമക്കളെയും പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുന്നു. പന്ത്രണ്ട് മക്കളെയും 12 വ്യത്യസ്ത കുലങ്ങളിൽപ്പെട്ടവരാണ് കണ്ടെത്തി വളർത്തിയത്. ഒരൊറ്റ രക്തം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ 12ആയി ചിതറി. അവരിൽ മൂത്തയാൾ മേഴത്തോൾ അഗ്നിഹോത്രി ഒരു ബ്രാഹ്മണനായി വളർന്നു, വേദങ്ങളിൽ പാണ്ഡിത്യം നേടി. രണ്ടാമൻ രചകനെ ഒരു അലക്കുകാരനാണ് വളർത്തിയത്. മൂന്നാമൻ കേരളം കണ്ട എക്കാലത്തെയും വലിയ ശില്പിയായ പെരുന്തച്ഛനായി. നാലാമൻ പാക്കനാർ പറയ സമുദായത്തിൽ വളർന്ന് ലളിത ജീവിതത്തിലൂടെ വലിയ തത്വങ്ങൾ പഠിപ്പിച്ചു. അഞ്ചാമൻ വടുതല നായർ ഒരു വീരയോദ്ധാവായി. ആറാമൻ വള്ളോൺ പുലയ സമുദായത്തിൽ വളർന്ന് കൃഷിയുടെ മഹത്വം ലോകത്തെ അറിയിച്ചു. ഏഴാമൻ ഉപ്പുകൊറ്റൻ ഒരു മുസ്ലിം വ്യാപാരിയായി. എട്ടാമൻ അകവൂർ ചാത്തൻ ഒരു നമ്പൂതിരിയുടെ വിശ്വസ്തനായ കാര്യസ്ഥനായി ജീവിച്ചു. ഒമ്പതാമൻ പാണനാർ തൻ്റെ സംഗീതം കൊണ്ട് നാടിനെ ഉണർത്തി. പത്താമത്തെയാൾ കാരക്കലമ്മ, പന്തിരുകുലത്തിലെ ഒരേ ഒരു പെൺതരി. ഒരു ഉയർന്ന കുടുംബത്തിലാണ് അവൾ വളർന്നത്. 11ആമൻ നാറാണത്ത് ഭ്രാന്തൻ, കുന്നിൻ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി താഴേക്കിട്ട് പൊട്ടിച്ചിരിച്ച ആ ഭ്രാന്തൻ മനുഷ്യന്റെ അഹംഭാവത്തെയും പ്രയത്നങ്ങളുടെ നിരർത്ഥകതയെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു. അവസാനത്തെ കുഞ്ഞ് വായില്ലാത്തവനായിരുന്നു. അവനെ മലമുകളിൽ ഉപേക്ഷിച്ചു. ആ കുഞ്ഞ് പിന്നീട് വായില്ലാക്കുന്നിലപ്പൻ എന്ന ദൈവമായി ഇന്നും ആരാധിക്കപ്പെടുന്ന മൂർത്തിയായി മാറി. ജന്മം കൊണ്ട് വേർപിരിഞ്ഞെങ്കിലും അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. പിതാവിൻ്റെ ശ്രാദ്ധത്തിനായി വർഷത്തിലൊരിക്കൽ അവർ മൂത്ത സഹോദരനായ അഗ്നിഹോത്രിയുടെ ഭവനത്തിൽ ഒത്തുകൂടി. അവിടെ ജാതിയും മതവുമില്ലായിരുന്നു. ബ്രാഹ്മണൻ പറയൻ വിളമ്പി ആശാരി യോദ്ധാവിനൊപ്പം ഒന്നിച്ചിരുന്നുണ്ടു. ഈ 12 സഹോദരങ്ങൾ വെറും കഥാപാത്രങ്ങളല്ല, അതൊരു ആശയമാണ്. ജാതിക്കും മതത്തിനും വിശ്വാസങ്ങൾക്കുമപ്പുറം ഒരേ രക്തവും ഒരേ കുടുംബവും ഒരേ മനുഷ്യത്വവുമാണ് നിലനിൽക്കുന്നതെന്ന കേരളത്തിൻ്റെ കാലാതീതമായ സന്ദേശമാണവർ. നിളാനദിയെപ്പോലെ ശാശ്വതമായി ഒഴുകുന്ന ഒരു സത്യം.